मेरा बेटे को प्यार चाहिए, दे दो, दे दो, प्यार चाहिए, दे दो प्यार है। सिस्टर भाई मेरा बेटे को प्यार चाहिए, मेरा बेटी का ब्लड आ रहा, ब्लड नीचे से ब्लड आ रहा, प्यार चाहिए, दे दो। हम ऐसे नहीं कर सकते। क्यों नहीं कर सकता? क्यों नहीं कर सकता? क्यों नहीं कर सकता? मेरे को प्यार चाहिए अभी। എന്ത് ഗതിയായാലും അവിടെ റിസപ്ഷനിൽ ചെന്ന് പാട് ചോദിക്കേണ്ട, സ്വന്തം മോൾക്ക് പാട് ചോദിക്കേണ്ട ഗതികേടായിപ്പോയി. ഇൻഡോർ വിമാനം നിർത്തലാക്കിയതിൻ്റെ ഒരു രീതിയാണ്, റദ്ദാക്കിയതിൻ്റെ ഒരു രീതിയാണ്. ഒരുപാട് പേര് പ്രതീക്ഷയൊക്കെ ആയിട്ടായിരിക്കും ഒരു യാത്രയ്ക്ക് ഒരുക്കുന്നത്. അപ്പോൾ കരുതി ഈ ഒരു പെട്ടെന്നുള്ള റദ്ദാക്കൽ അവർ എത്രമാത്രം ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കും. എന്തെങ്കിലും റദ്ദാക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി പറയുക. വിമാനയാത്രക്കാരോട്, പ്രത്യേകിച്ച് വിമാനം അതിൻ്റെ അധികാരികളോടാണ്, കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോടാണ് പറയും. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രതീക്ഷയോടൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരുപാട് ചോദിക്കേണ്ട അച്ഛൻ്റെ ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞ ഉള്ളിൽ കിടന്ന് ഭയങ്കര വിഷമമുണ്ടെന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഈ മാതിരിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് മുൻകൂട്ടി പറയുക. അതിലും ഇന്ന വിമാനം റദ്ദ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം പോകണ്ട, തൽക്കാലം ആരും വരണ്ട എന്ന് മുൻകൂട്ടി പറയണം. അത് അവിടെ വന്നിരുന്ന് ഫ്ലൈറ്റ് കാത്തിരുന്ന് ഒറ്റയടിക്ക് റദ്ദാക്കുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കായാലും അത് മാനസികമായിട്ട് തകർന്നു പോകും. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടും വേറെ പല ആവശ്യങ്ങൾക്കുമായിരിക്കും വലിയൊരു രാജ്യത്തേക്ക് വിമാനയാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ മുൻകൂട്ടി പറയുക. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, ഫ്ലൈറ്റ് വരില്ല, ആ രീതിയിലുള്ള അത് അപ്പോൾ തന്നെ അറിയിക്കാതെ അത് മുന്നേ ചെയ്യാം. അത് മറ്റു വാഹനങ്ങളായാലും ട്രെയിനിലായാലും ഇങ്ങനെയൊക്കെ വിഷയമാണ്. ട്രെയിനിലായാലും അതൊക്കെ മുൻകൂട്ടി പറയുക.